എടാ മോനെ ഹലോ ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നമ്മുടെ ഡോൺ ജി ധർമ്മി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വെനം 3 മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് അല്ലേ? Yeah. അത് കണ്ടേക്കാന്ന് ഓർത്ത് വന്നതാണ്. പിന്നെ നമ്മൾ വെനം ടൈൽ എൻഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവരുടെ ഒരു ക്രോസ് ഓവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് ഇതിലുണ്ടോ, അതൊക്കെയാണ് നമ്മുടെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ളത്. അതൊക്കെയാണ് ഇപ്പം വെനം ദ ലാസ്റ്റ് ഡാൻസ് ഒഫീഷ്യൽ ട്രെയിലർ ഇതുകൊണ്ട് തീരുവാൻ തോന്നുന്നു. ഭണ്ഡാരമല്ല, അടിപൊളിയാണ്. എന്തായാലും കണ്ടു കളയാന്ന് ഓർത്ത് വന്നതാണ്. അപ്പോ നമുക്ക് ട്രെയിലർ കാണാല്ലേ? ഓക്കെ, ട്രെയിലർ. ഇന്നൊരു ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ, ഗ്രാഫിക്സ് കുറച്ച് ഒരു സെക്കൻഡ്. ഗ്രാഫിക്സ് ടൂവില് ഭയങ്കര ശോഭ. ഒന്ന് അല്ല, മാർവല് മൊത്തത്തിലേ കണ്ടു നോക്കട്ടെ. You should probably know that I have a really dark and unpredictable side to me. Stop speaking. I'm giving you a chance, sweetie. Say when. When? തൂക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നല്ലേ? തൂക്കി എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നത്. What are you? We are. We're Venom! We are. Venom! No. Oh! Yeah, we are Venom. We're gonna need to work on that. Delicious! You take me to all the finest places! I need to tie him up. We always knew it was impossible. That we were alone in the universe. കൊറേ കൊണ്ടിരുന്നുണ്ടോ? And it's our job to make sure that remains a secret. Let's go get him. Oh, shit! We are fugitives. On the run. In the shit. We are living the dream, my friend. You mean it? No! Any promises, Chad? Hello! There has to be a reason they're after us. Eddie, my own, has found us. Jesus Christ! There's an army coming that cannot be beaten. As long as Venom lives, everyone, everything will end. We may not make it out of this alive, buddy. Eddie, the time has come. Be honest with me. How fast do you think you can get that thing to go without killing it? Only one way to find out. എടാ മോനെ അത് കൊള്ളാം. ലാസ്റ്റ് സീൻ എല്ലാ സീനും ഒന്നുകൂടെ കാണണം. കണ്ടാ മെച്ചായിരിക്കും. അടി Be honest with me. How fast do you think you can get that thing to go without killing it? Only one way to find out. സ്പൈഡർമാന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? പറഞ്ഞിട്ടില്ല. ഉം? സ്പൈഡർമാന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഉം. മൊത്തത്തിൽ അത്ര എക്സൈറ്റിംഗ് ഒന്നും അല്ലല്ലോ. അതെ.
തുടക്കത്തിൽ ആ സീന ഗ്രാഫിക്സിന്റെ ആ ഒരു സാധനം തന്നെ അതെ അതെ ചെറിയ ബാഡടിച്ചു. ചെറിയ ശോകം ഉണ്ടായിരുന്നത്. ക്ലൈമാക്സിൽ ആ കുതിരയുടെ സീനൊക്കെ വന്നപ്പോ പിന്നെ ഇതായി അതാണ് കുറച്ചൊരു ഒരു രസമുള്ളേ മിസ്സാക്കിയത്. ഉള്ളൂ. ബാക്കി ബാക്കിയെല്ലാം കല്ലുകടി ഉണ്ട് അതില്. ഇല്ല. എനിക്ക് തോന്നുന്നു ഇവന്മാര് മറ്റേ സാധനത്തെ കൊല്ലാൻ പോയിരിക്കും. മൾട്ടിവേഴ്സിൽ ഒരു ചെറിയ ആ ആ ആ സംഭവമായിട്ടുണ്ടല്ലോ, അതിനെ പിടിച്ച് മീൻസ് അത് ഭൂമിക്ക് അപകടമാവാം. ഇതിനകത്ത് പറഞ്ഞത് ആ, അവരെന്നെ ഫൈൻഡ് ചെയ്തു എന്നുള്ളത്. അതെ. അതേസമയം വനത്തിന്റെ പ്ലാനറ്റിൽ നിന്ന് അവനെ തപ്പി ഏലിയൻസ് വരുന്നു. വരുന്നു. ഓ അങ്ങനെ ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. ശരി 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 ശരി. എനിക്ക് മറ്റേത് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഇമാര് വരുന്ന കാര്യം. ആ, നമുക്ക് മറ്റേ ഏരിയ നോക്കാം. 51 പോലെ ഒരു സ്ഥലമൊക്കെ കാണിച്ചല്ലോ. അതെ 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 ശരി. ഇവൻ ഇതിനെ പിടിച്ചോണ്ട് വന്നു. പിന്നെ മനുഷ്യനാണല്ലോ ഇങ്ങനെ ഓരോ സ്റ്റഡി നടത്തി അവന്മാര് മനുഷ്യ കണ്ടെത്തി. പ്രശ്നങ്ങളിലേക്ക് പോകുന്നതാണല്ലോ അതെ അതെ സിനിമകളിലെ നമ്മുടെ ഒരു ചരിത്രം. അതെ അതെ അതെ. അപ്പൊ അതൊരു കാര്യമാണ് കേട്ടോ. അല്ല വലിയ മെച്ചമില്ല വലിയ മെച്ചമില്ല അത് എന്നാണ്. കണ്ടിട്ട്. ഫസ്റ്റ് തന്നൊരു എക്സൈറ്റ്മെന്റ് സെക്കൻഡിനും തരാൻ പറ്റിയിട്ടില്ലല്ലോ. അതെ അതെ. അതുകൊണ്ടാണ് ഒരു അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഭയങ്കരമായിരുന്നു വെനം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. സെക്കൻഡ് വന്നപ്പോഴത്തേനും ഭയങ്കര എന്തായി കാണിക്കുന്നുള്ളത്. VFX ആയാലും ആറ് കഴിഞ്ഞ പിന്നെ മാർവൽ മൊത്തത്തിൽ ഡൗണാ. ഡൗണാ. അതെ അതെ. പിന്നെ അതില് മറ്റേ സ്പൈഡി വേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആനിമേ വന്നില്ലായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് അടിപൊളി. അത് അടിപൊളിയായിരുന്നു. പിന്നെ പിന്നെ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് എലമെന്റ് നമുക്ക് സ്പൈഡർമാൻ സ്പൈഡർമാൻ 3 അതും കൊള്ളായിരുന്നു. നോ വേ ഹോം അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി, തോർ ലവ് ആൻഡ് തണ്ടർ. ഓക്കെ ഓക്കെ ഇത്രേ ഉള്ളായിരുന്നു. ഓക്കെ ഒന്നുമല്ല. ഈ പ്രാവശ്യം കോമഡി വർക്കൗട്ടായി ഇച്ചിരി. നീ അന്തമായി വരുന്നുണ്ട് അതൊക്കെ കണ്ട് ഓക്കെ ആണെന്ന് പറയണമെങ്കിൽ. ഫാരിസിനെ പറ്റി പുറത്താക്കും. എന്നിട്ട് പാവാടയിട്ട് സ്യൂസും കൊറേയൊക്കെ ഓവർ ആയിരുന്നു. കൊറേ അല്ല ഡിസ്ട്രക്ഷൻ കിങ് എന്നൊക്കെ പറഞ്ഞോണ്ട് കൊറേ അത് തന്നെ. ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞോണ്ട് കണ്ടിരിക്കുക അത്രേ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് ഉണ്ട് മാർവലിന് മാർവൽ ഒരു ക്ലാസ് ആ സാധനം മാറ്റി ഒരു അതെ അതെ കോമഡി നമ്മുടെ മറ്റേ മനസ്സിലായി. സ്റ്റാർ കോമഡിയോ ആ തരത്തിലുള്ള കോമഡിയിലേക്ക് പോകുന്ന പോലെ ആയിരുന്നു. തരംതായിരുന്നു കോമഡിയിലുള്ള എന്തെങ്കിലും ആ, കാണിച്ചാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ. VFXന്റെ കാര്യത്തിൽ ഭയങ്കര പുറകോട്ട് പോകുന്ന പോലെ തോന്നുന്നു. അതെ അതെ. ഇപ്പൊ ഇതിനകത്താണെങ്കിലും നീ പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷൻ എൻട്രി കാണിച്ചപ്പോഴേ ഒരു കല്ലേടി തോന്നി. ഇപ്പൊ നമ്മൾ ചെയ്യുന്നല്ലോ. ഇപ്പം ജാപ്പനീസില് മറ്റേ -1 എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ അതിന് ബെസ്റ്റ് VFX ഉള്ള സാധനം കിട്ടി, ഓസ്കാർ കിട്ടി. മാർവല് ഇങ്ങനെ ആദ്യമൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോ ഭയങ്കരമായിട്ട് VFX കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ പിന്നെ വന്നപ്പോഴത്തേനും അവർക്ക് അതിന്റെ ആവശ്യമില്ല. പടം ഇറക്കി വിടുന്ന ഇടയ്ക്ക് ഒരു പടം പോയാലോ എന്ന് അവർക്ക് ഒരു പ്രശ്നം പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞതാ. പ്രശ്നം എന്താണെന്നറിയോ, ഒരു സ്റ്റോറി അതേപോലെ കാണുന്നത്. അതെ അതെ. കഥയിലും സ്റ്റോറി അങ്ങ് സെയിം ടെംപ്ലേറ്റ് ആണ് തന്നെ. അതിന്റെ ഒരു വലിയ വ്യത്യസ്തതയൊന്നും വരുത്താതെ ചുമ്മാ നായകൻ വരുന്നു, പിന്നെ ഒരു ഞാൻ പണ്ടോട്ട് DC ഫാൻ ആട്ടോ, അത് വേറെ കാര്യം. DCനെ നമ്മുടെ ആൾക്കാർ ഞാൻ പിന്നെ രണ്ടും കണ്ട് പോകുന്നുണ്ട്. രണ്ടും കണ്ട് പോവും. എന്നാലും DC ആണോ നിന്റെ? DC ആയിരുന്നു, ബട്ട് നൗ നോക്കിട്ട് കാര്യമില്ല. ഡിസ്നി വന്നതോടെ ഡിസ്നിയാണോ? അതെനിക്ക് അതിനെപ്പറ്റി എനിക്ക് വലിയ അങ്ങനൊക്കെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് അല്ലേ. ഇപ്പൊ വിടണോ? ഇപ്പൊ അത് വിടണ്ട, അത് വിട്ടേക്കാം. DC ഫാൻ എന്ന് പറഞ്ഞിട്ട് അതെ DC ഫാൻ DC ഫാൻ, ക്യാരക്ടേഴ്സിന്റെ ഫാൻ. ഗോതം സിറ്റിയുടെ ആളായിരിക്കും. അതെ രാത്രി ഞാനിതിൽ ഇറങ്ങും ഇവിടെ രാജാക്കാട് പഞ്ചായത്തിൽ ഇറങ്ങുന്നത് ലൈറ്റ് ഒക്കെ വിജിലാൻഡി ആയിട്ട് ഇത് എറിഞ്ഞ് എന്നെ സീറ്റിൽ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഇറങ്ങാം രാത്രി. അപ്പൊ കുഴപ്പമില്ല. ട്രെയിലർ പടം കണ്ടു നോക്കാന്നുള്ളതേ ഉള്ളൂ. 2-നെക്കാട്ടിൽ മെച്ചമായാൽ മതി. ഇതിന്റെ അത്ര ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്താണേലും. പിന്നെ കുറെ വെനമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനും എങ്ങനെ നേരിടും എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. എങ്ങനെ ആ ഒരു സാധനങ്ങൾ തരണം ചെയ്യും എന്നുള്ളൊരു സാധനമൊക്കെയാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ കുതിരയുടെ സീനൊക്കെ വന്നപ്പോഴത്തേനും കുഴപ്പമില്ലാത്തവരൊക്കെ തോന്നി എങ്ങോട്ട് പോകുന്നതായിരിക്കും അല്ലേ. മാർവലിന്റെ കാര്യം ആയതുകൊണ്ടേ ആ സീനൊക്കെ സിനിമ വരുമ്പോ ഉണ്ടാവോ ഇല്ലയോ എന്നത്. ഓ അത് ശരിയാ. അതുപോലെ തന്നെ വേറൊരു സംഭവം അറിയോ, ഇപ്പം സിനിമ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടെങ്കിലല്ലോ, ആദ്യത്തെ 30 മിനിറ്റിന്റെ അകത്ത് എടുത്തിട്ട് ട്രെയിലർ ഉണ്ടാക്കി. അന്നേരം നമ്മൾ വിചാരിക്കും പിന്നെ എല്ലാവരും ഒരുമിച്ച് ഓടി വരുന്ന സീനൊക്കെ കാണിക്കും. അപ്പൊ നമ്മള് ഓർക്കും എല്ലാവരും ഉണ്ട്, ഭയങ്കരമാണ് വരാൻ പോകുന്നത്. ട്രെയിലർ കണ്ടാൽ നമ്മളോട് പോകുമ്പോഴത്തേനും ആദ്യത്തെ ഒരു 30 മിനിറ്റ് കൊണ്ട് ട്രെയിലർ എല്ലാം കഴിയും സിനിമയ്ക്കകത്ത്. പിന്നെ അടുത്ത് വേറെ എന്തൊക്കെയാ ഇത്. അതൊക്കെ ഇവരുടെ ഒരു ചെറിയ സംഭവമാണ് കേട്ടോ. അപ്പൊ ഒന്നും അങ്ങോട്ട് ഉറപ്പിക്കാനും പറ്റില്ല, നമ്മളങ്ങോട്ട് ഒരു വിലയിരുത്താനും പറ്റില്ല. മലയാള സിനിമയിലൊക്കെ നമുക്ക് അത്യാവശ്യം മലയാളം തമിഴൊക്കെ വരുമ്പോഴത്തേനും, തമിഴൊക്കെ ആണെങ്കിൽ ഒരു മസാലപ്പടമൊക്കെ വരുമ്പോൾ ട്രെയിലർ മൊത്തം സിനിമ തന്നെ കാണിക്കും.
പിന്നെ അത് നമുക്ക് മനസ്സിലാവും ഇതാണ് പടം. ഓക്കെ ഇത് കാണാൻ വന്നാൽ മതി നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ട്രെയിലറൊക്കെ വിടുന്നത്. ഇറക്കുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം മാർവലിന്റെ പോക്ക് അങ്ങനെയാണ്. ട്രെയിലർ കണ്ടിട്ട് അത്രയ്ക്കൊരു ഐമാക്സ് തന്നെ കാണാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിവിടെ തിയേറ്റർ പോലും ഇല്ല. പിന്നെ IMAX. ഉള്ളിടത്ത് വെച്ച് നമുക്ക് കാണാം. അപ്പം എന്തായാലും പടം വരട്ടെ. കൂടുതലൊന്നും പറയാനില്ല. ബൈ.